രാജൻ എഴുന്നള്ളന്നേ എഴുന്നള്ള് ആടിണ്ട് അല്ലല്ല ശരിയാണോ ത്രികോ എവിടെ രാജൻ അതാ മുറുക മുറുക നമ്മുടെ ഇന്നത്തെ വീട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ എന്താണ് സ്പെഷ്യൽ വീഡിയോ ആണ് ഗൈസ്. നന്ദി 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 സോറി ഗൈസ് ഒരാവേശത്തിന് പറഞ്ഞാണ്. നിങ്ങൾക്ക് എന്നെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല അല്ലേ? പോട്ടർനാ ആരാ പറഞ്ഞ പറ്റിയില്ലാന്ന്? അത് എന്താ അയ്യേ ഞെട്ടി ഞെട്ടി ഞെട്ടിപ്പോയില്ലേ? എന്താ ഇങ്ങനെ പേടിക്കണേ? നാളല്ല സത്യം പറഞ്ഞ ഞെട്ടിയോ? അത് മണ്ണിടിഞ്ഞ് കാലി വീണതാ. ഒന്ന് ഞെട്ടി മണ്ണിടിഞ്ഞ് വീണതാ. കണ്ടോ ഇത് എന്ത് മരാന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഒരു മരമാണ്. അല്ലേ? റബ്ബർ മരമാണോ? അല്ല അല്ലേ? റബ്ബറല്ല ഗൈസ് ഇതെന്ത് മരം അറിയില്ല, പക്ഷെ മരം ഒരു മരം. അപ്പൊ ഇവന്റെ ബാക്കിലാണ് ഞാൻ മാറുന്നത്. ഈ വലിയ മരത്തിന് ഭയങ്കര ഇഷ്ടാ. കുറെ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ കുറെ കവരകളൊക്കെ ഉണ്ട് എനിക്ക് കയറാൻ ഇഷ്ടം. അത് തന്നെ ഒരു മരം എന്നിട്ട് മുഴുവൻ സ്പ്രെഡ് ചെയ്ത് ഏക്കർ കണക്കിന് കിടക്കണം അല്ലേ? നമ്മളീ മുടി വെച്ചിട്ട് പോലെ. സ്വാഗതം. ഞാൻ ഇൻട്രോ പറയാൻ മറന്നുപോയി. എന്റെ ഒച്ച കേട്ടാണ് കുട്ടൂസൻ അവിടെ കിടന്ന് കാർന്നത്. താഴെ പോവാന്നാണ് അവന്റെ വിചാരം. സത്യം. താഴേക്കല്ല പോകുന്നത്. നമ്മുടെ ഇന്നത്തെ വീട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ എന്താണ് സ്പെഷ്യൽ വീഡിയോ ആണ് ഗൈസ്. എന്ത് സ്പെഷ്യൽ ആണെന്നറിയോ? പോടാ ആന്ന് എടാ പറയടാ. അതെ എന്താ ചെയ്യാം, വീട്ടിലേക്ക് കിടക്കാം. നമുക്ക് പറയാം എന്താ സംഭവം എന്നുള്ളത്. ഞാൻ പറയുന്നില്ല, മനസ്സിലായോ? നമുക്ക് ഓണത്തെ വേണം. എന്തിനാ ക്യാമറമാൻ പുറകെ പുറകെ വരുവാ? അതെ ക്യാമറമാന്റെ ജോലി ഇതാണല്ലോ. ഓരോ ഇതും ഒപ്പണം. മെയിൻ കാര്യം മാത്രം എടുക്കൂല, അതാണ് ഈ ക്യാമറമാന്റെ ഓക്കെ ഗായ്സ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീട് നോട്ടാ വെരി സ്പെഷ്യൽ വീഡിയോ. അപ്പൊ ഞാൻ നമ്മുടെ അടുക്കളയുടെ തൊട്ട് താഴെ കാട്ടിലാണ് കേട്ടോ ഗായ്സ് ഉള്ളത്. കാടാണ് മൊത്തത്തിൽ. വയനാട് എന്ന് പറഞ്ഞാലേ കാടാണ്. അപ്പൊ നമ്മളും ടോട്ടലി കാട്ടിലാണ്. കാടല്ല കേട്ടോ, നമ്മുടെ പറമ്പാണേ, കാടല്ല കേട്ടോ. അമ്മ നട്ടതാണിത്. ശിവനെന്നാണ് നമ്മൾ ഈ ചെടിക്ക് പറയുന്നത്. അമ്മ ഒരു റൗണ്ടിലാക്കിയിട്ട് അത് ഫുള്ള് ചെടി നട്ടതാണ്. കണ്ടില്ലേ? അപ്പൊ അത് മഴയായപ്പോഴേക്കും മോശമായിട്ട് നല്ല രസത്തിൽ സ്പ്രെഡായിട്ട് കിടപ്പുണ്ട്. ഇതൊരു കഷ്ണം നട്ടാൽ അപ്പോഴേക്കും കുറെ ഉണ്ടാവും കേട്ടോ. പക്ഷെ നമ്മുടെ വീഡിയോ ഒന്നും ഇതിനെ പറ്റി അല്ല. പക്ഷെ കണ്ടപ്പോ അങ്ങ് പറഞ്ഞു എന്നുള്ളൂ. അത് പറയാനുള്ള കാര്യങ്ങളേ ഉള്ളു. പിന്നെ എന്റെ കാര്യം പിന്നെ പറയാൻ കൊടുക്കലോ അടിച്ചോണ്ട് മിഷൻ തേക്ക് തയ്ച്ചോണ്ടിരിക്കും. ബസ്സിന്റെ കാര പറയാനുള്ളോ? നമ്മുടെ അമ്മ മെഷീനിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല കേട്ടോ. ഞാൻ പിടിച്ചെടുത്തതിന്റെ ഡ്രസ് എല്ലാം തയ്പ്പിച്ച് ജീൻസ് തയ്പ്പിച്ചാ മതി. ഇന്ന് ഏത് രാജനാ? ഇന്നാണ് ഓറഞ്ച് രാജൻ. ഓറഞ്ച് കളറുള്ള രാജനല്ല. ഓറഞ്ചിന് പേര് പറയില്ലേ? ആ രാജനാണ്. അപ്പൊ ഞാൻ ആരാണ്? രാജൻ എഴുന്നള്ളന്നേ എഴുന്നള്ള് ആടിണ്ട് അല്ലല്ല ശരിയാണോ? ത്രികോ ഒന്നും കൂടെ ഓറഞ്ചിരിയാണ്. രാജൻ ഇല്ല, അതിന് എക്കോ വന്നില്ല. 1 2 3 go.
ഞാൻ രാജൻ എല്ലാ ദിവസവും ഡബ് ചെയ്യാറുണ്ട്. ഡബ് ചെയ്ത് എനിക്ക് തോണ്ടത് രാജൻ എനിക്ക് സൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് വൈറലായിക്കോട്ടെ നിർത്ത് സൗണ്ട്. എന്റെ ദൈവമേ, ഓറഞ്ച് രാജ ഗായ്സ്, അപ്പൊ നമ്മള് ഓറഞ്ച് രാജ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ നമ്മുടെ കണ്ടന്റ് എന്താണെന്നറിയോ? എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിലേ നമ്മുടെ വീട്ടില് 1 2 3 4 ഇത് ഓർമ്മ നടന്നിട്ടുണ്ട്. 4 ഓറഞ്ച് മരം ഉണ്ടായിരുന്നു. നമ്മുടെ അടുക്കളയുടെ തൊട്ട് താഴെ 3 ഓറഞ്ച് മരം ഉണ്ട്. പിന്നെ ആ സൈഡിൽ വേറൊരു ഓറഞ്ച് മരം ഉണ്ട്. ആ സൈഡിലുള്ള ഓറഞ്ച് മരത്തില് നിറച്ച് ഓറഞ്ച് ഉണ്ടായിരുന്നു. അതും ഇത്രയും വലുതില് മരം, കുഞ്ഞു മരം. എന്റെ ദൈവമേ, ഇത്രയും മധുരമുള്ള ഓറഞ്ച് എന്റെ ലൈഫിൽ ഞാൻ കഴിച്ചിട്ടില്ല. കടയിൽ നിന്ന് വാങ്ങിയാലൊക്കെ പുളി ഉണ്ടാവും, ചിലതിനൊക്കെ മധുരം. പക്ഷെ മധുരമുള്ള നാച്ചുറൽ, ഒരു വളം ഇടാതെ യൂട്യൂബ് ചാനൽ രാജൻ അറിയാൻ പാടില്ല. രാജൻ അതെ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ മരം ഉണങ്ങിപ്പോയി. കണ്ണ് കിട്ടിയതാന്ന് തോന്നുന്നു ഗൈസ്, നമ്മൾ തന്നെ കണ്ണു വെച്ചതാന്ന് തോന്നുന്നു. എന്തൊരു മധുരം. 10-20 ഓറഞ്ച് ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. അത് തന്നെ നിറച്ചുണ്ടായിരുന്നു. നല്ല ഭയങ്കര മധുരം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മധുരാണേ. എന്ത് ചെയ്യാനാ, മരത്തോടെ ഉണങ്ങിപ്പോയി. പിന്നെ നമ്മുടെ അടുക്കളേന്റെ തൊട്ട് താഴത്ത് ഓറഞ്ച് മരം ഉണ്ട്. അതിനകത്ത് എല്ലാ പ്രാവശ്യം ഓറഞ്ച് കഴിക്കും. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് നിറച്ച ഓറഞ്ചൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവുകയാണെങ്കിൽ ഒരു 6-7 എണ്ണൊക്കെ ഉണ്ടാവുള്ളൂ. അത് മോസ്റ്റ് ആയിരിക്കും. നല്ല ഇതേപോലെ തന്നെ നല്ല മധുരം. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഓർമ്മയുണ്ട്. അവിടെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓറഞ്ച് ഇതുവരെ ഒരു പ്രാവശ്യം കണ്ടാ കാഴ്ചിട്ടുള്ളൂ. പിന്നെ അത് കാഴ്ചിട്ടില്ല, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് രാജനെ കാണാത്ത കൊണ്ടാണ് കായ്ക്കാത്തേന്ന് തോന്നുന്നു. രാജന്റെ ഇനിയിപ്പൊ രാജൻ പോയി ആവണം. അപ്പം മോസ്റ്റ് ആയിട്ട് നമ്മുടെ അടുക്കളേന്റെ അടുത്ത് നിൽക്കുന്ന ഓറഞ്ച് മരം, സാധാരണ ഓറഞ്ച് ഉണ്ടാവുന്ന മരത്തിന്റെ തൊട്ട് താഴെ വേറൊരു ഓറഞ്ച് മരം ഉണ്ട്. ഞാൻ പറഞ്ഞ 4 മരണ്ട്. ഒരെണ്ണം ഉണങ്ങിപ്പോയി. പിന്നെ 3 എണ്ണം ഉണ്ട്. അതിന്റെ ഒരെണ്ണത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു മരമുണ്ട്. ആ മരത്തില് കന്നി ഓറഞ്ച് കായ്ച്ചിട്ടുണ്ട്. കന്നി കായ്ക്കാൻ വളരെ, അതായത് ആദ്യമായിട്ട് കായ്ക്കുന്ന ഓറഞ്ച്. ഗുഡ് ന്യൂസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനാണ് അത് ആദ്യം കണ്ടത്. ഞാൻ രാവിലെ ബ്രഷ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോ ഈ കണ്ണും കൊണ്ടാണ് കണ്ടത് അല്ലേ, ഒപ്പിയെടുത്ത് കണ്ണു. യെസ്, ഞാൻ പല്ല് വെച്ചോണ്ട് നിൽക്കാട്ടോ. അപ്പൊ കണ്ണിങ്ങനെ ചുറ്റും അതൊന്ന് ആക്ട് ചെയ്ത് രാവിലെ വന്നു. പല്ലേക്കലൊക്കെ ഉണ്ട് കേട്ടോ രാജനെ. രാജൻ പല്ല് വെച്ചിട്ടാണ് ഓറഞ്ച് കഴിക്കുന്നത്. നിങ്ങൾക്ക് അറിയാലോ. ആർക്കും വിഷമൊന്നും വേണ്ടെന്ന് ഓർത്തിട്ടാണ്. ഇഷ്ടമല്ല. അത് തന്നെ. പിന്നെ വെറുതെ ഇരിക്കട്ടെ, ബ്രഷ് ഒക്കെ ഉള്ളല്ലേ, പിന്നെ തേച്ചേക്കാന്ന് ഓർത്ത് എന്താ മാവലം കൊണ്ടുള്ള പ്രയോഗമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നിൽക്കണം. ബ്രഷ് തേക്കണേ. അപ്പം ഇതാണ് ഓറഞ്ച് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഞാൻ ഇവിടെയാണ് കേട്ടോ. അല്ലെങ്കിൽ വേണ്ട, ഇതാണ് നമ്മുടെ ഓറഞ്ച് മരം എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. രാജൻ അവിടെ. ശരി രാജൻ. നോക്കുമ്പോ മരത്തിലൊരു ബോള്. ഇവിടെയാണ് കേട്ടോ ബോൾ ഉള്ളത്. ഇവിടെ അപ്പൊ ഒരു ബോൾ വെക്കും. അപ്പൊ ഞാൻ ഓർത്തേ ഇതെന്താ ബോള് നിക്കുന്നേ, അവിടെ ഒരു ബോള് വരാനുള്ള ചാൻസ് ഇല്ലല്ലോ, ബംബ്ലി മൂസ് ആണോ എന്നൊക്കെ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കൂലേ. അപ്പൊ അത് എന്താന്നറിയാനുള്ള ആവേശത്തിൽ, നമ്മുടെ വീടാണല്ലോ, ആവേശത്തിൽ ഞാൻ ഓടിച്ചെന്നു. ഓടിച്ചിട്ട് ഇവിടെ വന്ന് നോക്കിയിട്ടൊന്നും ആളെ കാണുന്നില്ല. ഇതിന്റെയൊക്കെ ഒരു പ്രശ്നം, അടുത്തു നിന്നാ നമ്മളെ സാധനം കാണൂല. അതന്നെ, ഗ്രീൻ കളർ ആയതുകൊണ്ട് ഞാൻ കാണുന്നില്ല കേട്ടോ. എത്ര നോക്കിയിട്ടാണ്. എന്നിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വിട്ട് നിന്ന ഭാഗത്ത് തന്നെ വന്നിട്ട് ഒന്നും കൂടി നോക്കി. അപ്പൊ നോക്കിയപ്പോ കറക്റ്റ് കണ്ടു. എന്നിട്ട് അവിടുന്ന് കണ്ണ് മാറ്റാതെ ഞാന് കറക്റ്റ് കണ്ണ് വെച്ച് 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 നടന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരേ ഒരു നോട്ട കണ്ടോ. അതെ, ഞാൻ ഒന്ന് സൂം ചെയ്യാം ഗൈസ്. കാണോന്നറിയില്ല, എങ്കിലും നമ്മൾ പറിച്ചപ്പോ വയറ്റിലാക്കാൻ പോവാണ്. അയ്യോ, സൂം ഇല്ലേ? ശരിക്കും കാണുന്നുണ്ടോ? ഇത്രേ കാണാൻ പറ്റുള്ളൂ അല്ലേ? ഒരു ബോൾ നിങ്ങൾ കാണുന്നുണ്ടോന്ന് കഴിച്ച് തോന്നുന്നുണ്ട്. വന്ന് തുടങ്ങി. അപ്പൊ
വടം വലി, തലയണ അടി. പക്ഷെ ഇതൊക്കെ ഉണ്ടാവുന്ന നമ്മുടെ തിരുവോണത്തിനൊന്നല്ല, ഓരോ ദിവസം ഓരോരോരോരോ വ്ളോഗാണ്. കാരണം തിരുവോണത്തിന്റെ അന്ന് മോസ്റ്റ് സദ്യ പറയട്ടെ, ഒന്ന് ഞാൻ അത്ത വിട്ട് കഴിഞ്ഞ് നമ്മള് തിരുവാതിരകളെ കഴിയുമ്പോഴേക്കും സദ്യ കഴിയുമ്പോഴേക്കും ഞാനൊരു സൈഡാവും. പിന്നെ വടം വലിക്കാവുന്ന എനിക്ക് ശക്തിയിലേക്ക് ഊണ് ഞാൻ കേമായിട്ട് ഉറങ്ങണം. അത് തന്നെ. അതിനു മുമ്പ് ഒരു ഗ്ലാസ് നിറപടയുടെ രസം. അമ്മ പറഞ്ഞ 3 തരം സാമ്പാർ ഉണ്ടെന്ന് പറഞ്ഞേ. അല്ല, സാമ്പാർ പായസം, സോറി, 3 തരം സാമ്പാർ. സാമ്പാർ 3 തരം പായസം ഉണ്ടെന്ന് പറഞ്ഞേ. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു മോസ്റ്റ് സദ്യക്ക് ശേഷം. അമ്മ കേക്കണ്ട, 3 തരം സാമ്പാർ ഉണ്ടാക്കും. ദൈവമേ, പറയാൻ കാത്തിരിക്കുക. ദൈവമേ, എത്രയോ കറികളൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. ഇനി കൂടുതൽ ഞാൻ പറയുന്നില്ല, പറഞ്ഞു ഞാൻ സസ്പെൻസ് മുഴുവൻ പൊളിയും. നിങ്ങളോട് പറയുന്നില്ല, പറഞ്ഞിരുന്ന സത്യം. എന്തായാലും ഞാൻ ഒരു സസ്പെൻസ് പൊളിച്ചു. 3 തരം പായസം ഉണ്ടെന്ന് ഞാൻ എന്തായാലും പറഞ്ഞു. അതെന്തായാലും നിങ്ങൾ അറിഞ്ഞു. ഏതൊക്കെയാ നമ്മൾ അതൊക്കെ നമുക്ക് ഓണപ്പാച്ചിൽ നമുക്ക് കാണാം. അതൊന്നും ഞാൻ ഓണത്തിന് ഞാൻ എടുത്തിരുന്നില്ല. കാരണം നമ്മുടെ ഇന്നത്തെ വീഡിയോ കന്നി കാഴ്ച ഓറഞ്ച് നമ്മളിന്ന് പറിച്ച് നമ്മള് ഞാൻ അടിണ്ടിണ്ടുണ്ടും മടിണ്ടിണ്ടുണ്ടും ആവാൻ പോകണ്ട. ഓറഞ്ച് രാജൻ ഓറഞ്ച് പറിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഈ ഓറഞ്ച് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം കുരങ്ങന്മാര് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അവന്മാർ ഇത്രയും നാളും കാണാത്ത എന്തോ വലിയ ഭാഗ്യമാണ് കേട്ടോ. കാരണം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുന്ന നോക്ക്, എത്ര പെട്ടെന്ന് ചാടി പറിക്കാന്നറിയോ. ഉള്ള പേരക്കാൻ പറഞ്ഞ പേരക്കൊക്കെ ഇത് ഈ കഴിഞ്ഞ ദിവസം കൂടി വന്നായിരുന്നു. അവിടെ ഞാൻ പടക്കെടുത്ത് പൊട്ടിച്ച് ഓടിച്ചുകൊണ്ട് എല്ലാവരും പോയി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഓറഞ്ച് നമുക്ക് ഇനി പറിക്കണം, അല്ലാതെ ശരിയാവൂല. അപ്പൊ അത് അത്യാവശ്യം അതേ മഞ്ഞ ഓറഞ്ച് കളറിലേക്ക് ഇങ്ങോട്ട് മാറി വരുന്നുണ്ട്. ഫുൾ ആയി കഴിഞ്ഞാൽ നിലത്ത് അടി ചതഞ്ഞു പോവും. മാത്രല്ല ഈ പുഴുവൊക്കെ തിന്നുകയും ചെയ്യും. അപ്പൊ അതിന് മുമ്പ് എന്ത് ചെയ്യാം, പുഴു തിന്നുന്നതിന് മുമ്പ് ഈ രാജനായ ഓറഞ്ച് രാസം തന്നെ കഴിച്ചേക്കാം. അതല്ലേ അതിന്റെ ഒരു ശരിയായ രീതി. മുണ്ട് മടക്കി കുത്തേ ഓറഞ്ച് രാജനിതാ വീഴാതെ എഴുന്നള്ളുന്നേ. സോറി ഗൈസ്, കുറച്ച് നീളം കൂടി. ഇനിയിപ്പോ നോക്കണ്ട. രാജൻ വഴിക്ക് കൂടി 3 ചെടി നട്ടു. എന്ത് രാജിട്ടോ എന്നെ കേട്ടു രാജിട്ടോ, ഇങ്ങോട്ട് ക്യാമറമാൻ എല്ലാമായ ബാബാറ്റെ. ഇതുകൊണ്ട് എന്റെ തലേന്റെ പൊക്കത്താണ്. ഇത് സൂം ചെയ്താൽ ചിലപ്പോ കാണും കേട്ടോ. ഞാൻ നോക്കാം, സൂം ചെയ്യാൻ നോക്കാം കേട്ടോ. നമുക്ക് സ്റ്റൂളിൽ കയറി നിന്ന് പറിക്കണോ അല്ലെങ്കിൽ വടയും കൊണ്ട് എന്നെ നിലത്ത് വീഴിക്കണമെന്ന് വല്ല ഉദ്ദേശം ഉണ്ടോ ഗായ്സ്? അപ്പൊ ഇത് നമ്മുടെ ഓറഞ്ച് ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പൊ ഒന്ന് നോക്കണ്ട, എന്താ പറിക്കല്ലേ. ഇനി നമ്മൾ പറിക്കാണ്. ഇനി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അപ്പൊ പറിക്കുന്നത് ഒരു തോട്ടി വേണ്ടി വരും. കുളിക്കണോ? കുളിക്കിത്താക്ക ചാടുമോ? ഇതാണ് നമ്മുടെ ഓറഞ്ച് മരം. ഇത് കണ്ടില്ലേ, മുള്ളാണേ. അത് എവിടെയാ കൊണ്ടേ? രാജനെ തൊടുന്നോ നീ? നിന്നെ വധശിക്ഷയ്ക്ക് വിധിക്കണോ? വേണ്ട, അടുത്ത വർഷം കായ്ക്കണ്ടേ. എന്നാ വേണ്ട, നീ പൂത്ത് കായ്ച്ച് മടുക്കട്ടെ. നിന്നെ ശപിക്കുന്നു. സത്യം. ഇത് നമ്മുടെ ആ ഓറഞ്ച് മരത്തില് 3 പച്ചക്കായ്കൾ ആ മോളിൽ നിൽപ്പുണ്ട്. അങ്ങ് മോളാ കാണത്തില്ലായിരിക്കും. നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഉണ്ടാവുമ്പോ നമുക്ക് അതിന്റെ വീഡിയോ ഇടാട്ടോ. അത് പറിക്കാൻ നേരത്ത് തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ ഇടും. അപ്പൊ ഇവിടെ ഒന്നും മുള്ളുകളില്ല കേട്ടോ. ഒറിജിനൽ മുള്ളുണ്ട്. ഇതേ മുകളിലേക്കൊക്കെയാണ് മുള്ളുകൾ. അധികമായിട്ട് മുള്ളുകളില്ല. ഇതുപോലെ തന്നെ തോന്നുന്നു നമ്മുടെ വടുകപ്പുളി നാരങ്ങ, ഗണപതി നാരങ്ങ. അയ്യോ, അത് നാരകം, ബംബിളിമൂസ്, ഇതൊക്കെ ഒരേ ഗണത്തിൽ പെടുന്നതാണ്. കൺഫ്യൂഷൻ ഒക്കെ വരും. പിന്നെ ഇത് ഓറഞ്ച് എന്ന് മനസ്സിലാക്കാൻ അമ്മ വേണ്ടി വന്നു. ഞാൻ പറിക്കാൻ പോണേ, ഞാൻ കുളിക്കാൻ പോണേ. കുളിക്കിത്താക്ക ആരെയാണ് കുളിക്കണ്ടേ? ഇത് ഇന്നൊന്നും വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. അയ്യോ വേണ്ട, കുലുക്കണ്ടല്ലോ. നമുക്ക് തൊട്ടിയും കൊണ്ട് പറിച്ചാ പോരെ. ഇല്ല അതിപ്പം ഇല്ല, മരം പറഞ്ഞ് കയ്യിലിരിക്കും. രാജൻ മരം പറിക്കണ്ട. രാജൻ ഒറ്റ പ്രാവശ്യം ട്രൈ ചെയ്യാം. വേണ്ട. നല്ല ബെല്ലി ഡാൻസ് വരെ ചെയ്തു നമ്മുടെ ഓറഞ്ച്. അപ്പൊ മരം നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കും ഗൈസ്. രാജന് ഇവിടെ ഒരു അഭിമാനം അല്ല, ബഹുമാനമില്ല, അഭിമാനമില്ല. അപ്പൊ ഞാൻ ഓടിപ്പോയിട്ട് തോട്ടി എടുത്തില്ല കേട്ടോ. ഓക്കെ, രാജൻ പോയ വഴിക്ക് പുൽ പോൾ മുളച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ ഓറഞ്ച് ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് രാജൻ വരാൻ വെയിറ്റ് ചെയ്യാം ഗൈസ്. രാജൻ അതാ
മുറുക മുറുക ഓറഞ്ച് മുറുക. ഓറഞ്ച് രാജൻ ഈസ് ബാക്ക്. നമ്മൾ പുലിനെ വേട്ടാടാൻ പോകുന്നതാ. അതാ വല്ല ആവശ്യം ഉണ്ടായിരുന്ന രാജൻ അസ്ത്രവിദ്യയിൽ അങ്ങ് അഗ്രകണ്ണിനാന്ന് അറിയാമെങ്കിലും ഇത്ര അഗ്രകണ്ണിയാന്ന് ഞാൻ വിചാരിച്ചില്ല രാജൻ. താങ്ക് യു. രാജനെ പുകഴ്ത്തിയതിന് ഒരുപാട് നന്ദി. സോറി ഗൈസ്, ഒരാവേശത്തിന് പറഞ്ഞാണ്. വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള കൊടയും കൊണ്ട് വന്നാ മതി. അല്ല അതെ അതെ നനഞ്ഞു പോകും, പിന്നെ പറഞ്ഞിട്ടല്ലോ. ഓക്കെ, പുതിയ കൊടയാണ് വാട്ടർ പ്രൂഫ് ആയിരിക്കും. അതെ അതെ, മഴ പെയ്ത് കഴിഞ്ഞ അവിടെ ജസ്റ്റ് ഒന്ന് കുടഞ്ഞാൽ വെള്ളം മുഴുവൻ. അതെ, 2 ആഴ്ച കഴിയുമ്പോ വീണ്ടും നനഞ്ഞ തൂണി പോലെ കരിമൺ വരെ വേണമായിരിക്കും. നമ്മുടെയൊക്കെ അവസ്ഥ കേട്ടോ. പിന്നെ കൂടുതൽ പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. നിങ്ങൾക്കറിയാം എങ്കിലും ഞാൻ പറയാം. അപ്പൊ രാജൻ എന്റെ അമ്മേ, അതിന്റെ കൊമ്പൊടി. അതാ, അയ്യോ എന്താണ്? അയ്യോ എന്റെ കണ്ണില് ഇതെന്താണിത്? ഒരു ചെയ്യാം, കാവിലെ ഓറഞ്ച് നേരിട്ട്. അയ്യോ അങ്ങനെ ചെയ്യണ്ട, നമുക്ക് കോലിന്റെ അറ്റത്ത് എന്തെങ്കിലും കെട്ടാം, എന്നിട്ട് വലിച്ചെടുക്കാം. അതുപോരെ? അല്ലെങ്കിൽ അതെല്ലാം ഓറഞ്ച് നിലത്തിയടി ചമ്മന്തി ആയാലോ? അതാ, ഇത് ഉറിയടി മത്സരം. എവിടെ? അതോ ഓറഞ്ച്. എന്റെ ഗായ്സേ ഓറഞ്ച് കാണുന്നില്ല. രാജൻ ശശിയായോ? രാജൻ ശശിരാജന്റെ പേരാണോ? ഇപ്പൊ ഞാൻ ചക്കയിൽ ചവിട്ടി വീണേ. ഇത് നാരകാണോ? കാലമാടാ, ഇത് ഓറഞ്ചാണ്. നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, മുറിച്ച് നോക്കാം. അല്ലെ നമ്മളിപ്പോ നാരങ്ങാരാജനാവും. നോക്കട്ടെ ഗൈസ്, ഇത് ഓറഞ്ചാണോ നാരങ്ങയാണോ? മണം വന്നിട്ട് എനിക്ക് നമുക്ക് മുറിച്ച് നോക്കാം. അല്ലെ നമ്മള് ഈ വ്ളോഗിന്റെ പേര് മാറ്റി ശശിയായ ഓറഞ്ച് രാജൻ. നാരങ്ങയും ഓറഞ്ചും തിരിച്ചറിയാൻ പറ്റാതെ രാജാവും ക്യാമറാമാനും തെറ്റിദ്ധരിച്ച് ഓറഞ്ചിനെ നാരങ്ങയെ ഓറഞ്ച് ആക്കി എടുത്ത വ്ളോഗ്, നാരങ്ങ വ്ളോഗ്. ഓറഞ്ച് അല്ലാന്നാട്ടോ എനിക്ക് തോന്നുന്നേ. ഞാൻ പറഞ്ഞായിരുന്നോ? ഞാൻ ഇന്ന് പറഞ്ഞായിരുന്നു ഗൈസ്. എനിക്കിത് കണ്ടപ്പോ ശരിക്കും അമ്മയും കുഞ്ഞാറ്റും നിങ്ങൾ ഓറഞ്ചാന്ന് പറഞ്ഞു. നിങ്ങളുടെ സന്തോഷം. അല്ല, കിട്ടിയാലും കിട്ടിയാലേ ചട്ടി. ഒരു കാര്യം ചെയ്യാം, കട്ട് ചെയ്ത് നോക്കാം. അന്ന് മുറിക്ക്. അറിയില്ല. അറിയില്ല. അയ്യോ എന്താ കാലമാടാ, രാജൻ ശരിയല്ല. അപ്പൊ എന്തായാലും ശശിയായിന്ന് എനിക്ക് തോന്നുന്നേ. അത് കട്ട് ചെയ്യ്, ഉള്ളിൽ മുറിക്ക്. ഞാൻ പറഞ്ഞില്ലേ അത് ഇതാണോ? ഓറഞ്ച്. എടാ പോടാ, ചിരിക്കേ. അതാ രാജൻ നോക്കട്ടെ. എന്താ പറഞ്ഞേ? ഓറഞ്ച് അല്ലാന്ന് തന്നേ എന്റെ ഗായ്സേ. ഇത് സാധാ ഓറഞ്ച് അല്ല കേട്ടോ. ഇതിന്റെ കളർ തന്നെ നോക്കിയേ. ഇത് വൈറ്റ് കളർ ഓറഞ്ച് ആണ്. അല്ലല്ല, ഇത് സാധാ ഓറഞ്ച് അല്ല കേട്ടോ. നമ്മള് സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ഓറഞ്ചിന്റെ സ്മെല്ലേ അല്ല ഇതിന്. അതുപോലെ നമ്മുടെ വീട്ടിൽ ഇത്രയും നാളും ഉണ്ടായിട്ടുള്ള ഓറഞ്ചിന്റെ സ്മെല്ലേ അല്ല ഈ ഓറഞ്ചിന്. ഇത് ഞാൻ പറയട്ടെ, നമ്മുടെ ഈ വടുകപ്പുളി നാരങ്ങേന്റെ ഒക്കെ ഒരു സ്മെല്ലും കൊതിയാവുന്നുണ്ട് ക്യാമറാമാനിന്. രാജൻ അത് മുഴുവൻ കട്ട് ചെയ്തു. മോസ്റ്റ് ആണ് കേട്ടോ ഓറഞ്ചിന്റെ തോളി. കണ്ടില്ലേ, നല്ല ഒരു
ഈ ഒരു എന്താ പറയാ ഈ ഒരു ഓരോ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  ഓ എത്ര പീസ് ഉണ്ട് അതാ അത് ഓറഞ്ച് അല്ല ഞാനപ്പോ തിന്നത് എന്നാലും വെള്ളം അവിടെ പോയത്. എന്റെ ദൈവമേ പഴുത്താർന്നോ? ഇത് മൂത്തിട്ടാണ് ഗൈസ് പറിച്ചത്. ഇതിന് തൊലിക്ക് നല്ല ഓറഞ്ച് കളർ ആവണായിരുന്നു. പുളിയാണോ? ഒരു പീസ് എന്റെ വായിലിട്. വെറുതെ അല്ല, പഴുത്ത് കഴിഞ്ഞാൽ എത്രയും മധുരം. ഇത് കണ്ട അതിന്റെ തൊണ്ട് കണ്ടോ? തൊണ്ടിന് ഒരു ഓറഞ്ച് കളറും ഇല്ല. ഞാൻ പറഞ്ഞാണെന്ന് പറിക്കണ്ടാന്ന്. ഇന്ന് പരക്കെ മതിയായ പറിച്ചു കഴിഞ്ഞപ്പോ കൊരങ്ങിന്റെ വായിലിരിക്കുന്ന കാണാനിട്ടാണോ? നമുക്ക് അച്ചാറിടാം. പിഞ്ചിന് നല്ല പുളിയും പഴുത്തതിന് ഭയങ്കര. ഇതിന് ഇനി കളർ ചേഞ്ച് ആവൂലോ കുഞ്ഞാറ്റി? ആകും. കണ്ടോ തൊണ്ടിന്റെ ഉള്ളിലത്തെ കാര്യമാണ് പറഞ്ഞത്, വൈറ്റ് ആണ്. ഞാൻ പറഞ്ഞില്ല ഇത് സാധാ ഓറഞ്ച് ആണ്. എനിക്ക് തോന്നുന്നില്ല ഓറഞ്ച് തന്നെയാണോ? രാജന് കരച്ചിൽ. പുളിക്കൊന്നും പുളിയില്ലേ? ഇതാണ് രണ്ട് പ്ലേറ്റിങ് പോരട്ടെ. ലാർവ നാരങ്ങ തിന്ന പോലെയാണ്. എന്തിനാ കാലമാട പിന്നെ തിന്നേ? നല്ല തുപ്പല് വരുന്നുണ്ട്. ഇത്രയ്ക്ക് പുളിയാണോ? ട്രൈ ചെയ്യുന്നില്ലേ? വേണ്ട, എനിക്കിപ്പോ വേണ്ട. ഞാൻ പഞ്ചസാരയും കൂട്ടി തിന്നോളാം. അയ്യോ, റൈനോസറിന്റെ കാണ്ടാമൃഗ ഹിപ്പോപ്പൊട്ടാമസിനെ പോലെ ഉണ്ടായിരുന്നു. അമ്മച്ചേനെയും അമ്മേനെയും വെള്ളം പറഞ്ഞാന്ന് പറഞ്ഞ് പറ്റിക്കാം. ശരി ശരി, അവരെ എക്സ്പ്രഷൻ എന്താ നോക്കാം. ഏതായാലും നമുക്ക് പറ്റുപറ്റി. ഇനി അവരെ കൂടെ നമുക്ക് ഇത് അവർക്ക് കൊണ്ട് കൊടുത്തിട്ട് വെള്ള ഓറഞ്ചാണ്, അത്ഭുത സിദ്ധിയുള്ള ഓറഞ്ചാണ്. തൊണ്ടൊക്കെ കണ്ടാ എന്ത് വലുതാണ്. കട്ടിയുണ്ടടാ, അതാ ഞാൻ പറഞ്ഞേ. മധുരം ഉണ്ടല്ലോ, ഒന്നൊന്നര മധുര. ഞാൻ ഇങ്ങനത്തെ ഓറഞ്ച് കണ്ടിട്ടില്ലടാ. അമ്മച്ചി ഇതിന്റെ കളർ തന്നെയാണ് നോക്കൂ, വെള്ള. ഞാനും ആദ്യം കാണാൻ വെളുത്ത ഓറഞ്ച്. അതെ, വെളുത്ത ഓറഞ്ച്. അതന്നെ. ഓ, മധുരം രക്ഷയില്ല. മമ്മേ രാജൻ വേഗം ഇല്ല, മമ്മ ഇവിടെ വന്നിരുന്ന് തിന്നണം. അല്ലേ മറ്റേ വന്നിരുന്ന് തിന്നണം. അമ്മച്ചിക്ക് ഇത് കണ്ടിട്ട് എന്താ തോന്നിയ അമ്മച്ചി? അമ്മച്ചി ഇതുപോലത്തെ ഓറഞ്ച് കണ്ടിട്ടുണ്ടോ? ഇല്ല, അതല്ലേ ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാ പിന്നെ വെള്ളം അല്ലല്ല, സത്യം തന്നെയാ. നമുക്ക് വെള്ളം, ഉള്ളിൽ വെള്ളം നിറഞ്ഞ് ബബിളിരിക്കുക. അതിനാണ് ആദ്യമേ വന്നിരുന്ന് തിന്നാൻ പറയുന്നത്. അപ്പോഴാ അമ്മച്ചി മമ്മി ഒരുമിച്ച് ടേസ്റ്റ് ആണെന്നാണ് കുഞ്ഞാറ്റിന്റെ ആഗ്രഹം അല്ലേ? നമുക്ക് ക്യാമറാമാനായി എനിക്ക് പോലും തന്നിട്ടില്ല. എന്ത് ടേസ്റ്റാന്നറിയോ? സത്യം, നമ്മുടെ ഇവിടെ ഉണ്ടായ എല്ലാ ഓറഞ്ചിനും എന്തൊരു മധുരല്ലേ. കടയിൽ നിന്ന് വാങ്ങുന്നതിനൊക്കെ മോസ്റ്റ് പുളിയാണ് ഗൈസ്. ഇനി കണ്ടോ, ഇനി എല്ലാം പൊളിഞ്ചി. മമ്മേ നിക്ക, അക്കൂരെന്ന് കാണിക്കട്ടെ. നമ്മൾ ഇന്ന് വൃത്തിയാക്കിയതാണ് ഗായ്സ് ഈ അക്കൂര്. ഗായ്സ്, ഞാൻ എന്റെ ഷോർട്സ് ഇടുന്നു ഗായ്സേ. നിങ്ങൾ കണ്ടായിരുന്നോ? ഒന്ന് ഫോക്കസ് കാണിക്കുന്നുണ്ട്. അവന്മാരൊക്കെ ഓടി വന്നേ. കണ്ടോ എന്ത് രസാന്ന് നോക്കിയല്ലേ. ഇത് ശരിക്കും നേരിട്ട് തന്നെ കാണണം, അങ്ങനെ രസം ഉണ്ടാവില്ല. നല്ല ഇതാണല്ലോ അതന്നെ. ചൊറിഞ്ഞത് തന്നെയായിരുന്നു അറിയോ? സിന്ദൂരത്തിന്റെ ചൊറിച്ചിൽ തന്നെയായിരുന്നു. അപ്പൊ ഭസ്മല്ലേ? അല്ല, എല്ലാത്തിനും ഒരു കാലാവധി ഇല്ലേ? ഇവിടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സിന്ദൂരം എടുത്തോട്ടിട്ട് നെറ്റി ചൊറിച്ചില്. അതുപോലെ പള്ളയെ കളഞ്ഞിട്ട് പുതിയത് വാങ്ങി.
സിന്ദൂരം ഒന്നും അമ്മച്ചിയെ കാഴ്ച എപ്പോഴും തൊടുള്ളൂ, നമ്മള് ഇടയ്ക്കൊക്കെ തൊടുള്ളൂ അല്ലേ. ഞാൻ നിങ്ങൾക്ക് ഓറഞ്ച് തരാൻ പോവാണ്. മോസ്റ്റ് ആണ്. നോക്ക്, താ പറഞ്ഞോണ്ടിരിക്കും. അതെ. അയ്യോ എന്താണ് വെള്ള ഓറഞ്ചോ? അമ്മ അതല്ലേ ഏറ്റവും വലിയ മധുരം. നീ ഇങ്ങ് നോക്കിക്കേ. ഇങ്ങനെയാണ് ഓറഞ്ചിന്റെ തൊണ്ട്. നീ ഒന്ന് നോക്കിക്കേ. പക്ഷെ ഇത് മുസാമ്പിന്റെ തൊണ്ട് പോലെ ഇല്ല. കട്ടിയില്ല, അത് ഒട്ടിയാണ് ഇരിക്കുന്നത്. അത് തന്നെ വെള്ള ഓറഞ്ച്. അപ്പൊ നമുക്ക് വെള്ള പമ്പിളിയൂസുമായി. ഓരോന്ന് കൈ കൊടുക്കുക. ഞങ്ങള് പറയുമ്പോഴാട്ടോ അമ്മ കഴിക്കാൻ വായിലിടാൻ പാടുള്ളൂ. അമ്മച്ചി വായിലിടരുത് അമ്മച്ചി, ഞാൻ പറയുമ്പോ മാത്രം വായിലേക്ക് ഇട്ടോ. ഒരുമിച്ച് റെഡിയാണ്, ഒരുമിച്ച് വരട്ടെ. 1 2 3 സ്റ്റാർട്ട്. എന്തിനാണ് അത്ര മധുരം എന്ന് പറഞ്ഞ മമ്മി പറഞ്ഞ സാധനം തന്നെ ഇത്. ഞാൻ പറഞ്ഞില്ലേ ഇനി ചോദിക്കട്ടെ എന്താ മമ്മി കറി ചേർക്കുന്ന മമ്മി എന്തിനാണ് മമ്മീനെ പറ്റിച്ചത്? ഞാനൊന്ന് കുളിച്ചു പോയി. അയ്യോ ഞാൻ വലിയ എന്നെ അടിച്ചോ. ആ മമ്മി പറഞ്ഞ സാധനമാണ് ഇത്. ഞാൻ പറഞ്ഞില്ലേ ഇത് താഴെ നിക്കുന്ന നമ്മുടെ വടുക്കപ്പൊടി പോലത്തെ എന്തോ പുളിനാരങ്ങയല്ല, ഒരു തലനാരങ്ങയല്ല. ഇത് പഴുത്ത് കഴിഞ്ഞ ഓറഞ്ചാണ്. ഇത് പഴുക്കില്ല. ഇത് പഴുക്കാത്തതാ. പച്ച നിറമായിരുന്നു, അതിന് ആ പഞ്ഞു പോലത്തെ നിറം. മാക്സിമം കറി വെക്കുന്നതാണ്. അല്ലെന്നേ മീൻകറിയിലൊക്കെ ഇടുന്നതാണ്. മീൻകറിയിലിടുന്നയാ, നമ്മുടെ ചിലമ്പിക്ക് ഇടുന്ന പോലെയാ. പണ്ടത്തെ ആൾക്കാരൊക്കെ താള് കറി വെക്കുമ്പോഴും പുളി ചേർത്തുള്ള കറിക്കൊക്കെ അന്ന് പെട്ടെന്ന് പുളി ഒരു വീട്ടിലും കാണില്ല. അപ്പൊ ഇങ്ങനെ നാരങ്ങ പുളി മാറി നിൽക്കുന്ന പുളി. അത് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ ഈ തൊണ്ടും നിറവും കണ്ടപ്പോ ഞാൻ പറഞ്ഞില്ലേ അത് തന്നെ മമ്മി തിന്ന്. ഞാനൊന്ന് പയ്യെ ഒന്ന് കടിച്ചോളൂ പക്ഷേ ഞാൻ തിന്നാണ് കേട്ടോ. നോ റിയാക്ഷൻ ആണ്. അതെ, ഇനി നീ കൊണ്ടു തന്ന ഒരു സാധനം ഞാൻ അമ്മച്ചി പച്ചവെള്ളത്തിൽ ചാടിയ പൂച്ച അല്ല കാശുവെള്ളത്തിൽ ചാടിയ പൂച്ച പച്ചവെള്ളം കണ്ടാലും അറയ്ക്കും. അപ്പൊ അമ്മച്ചിക്ക് ഒരു പാടായി. പക്ഷെ ഞാൻ ഇനി ഒറിജിനൽ കൊണ്ടുത്തരും. അപ്പോൾ അമ്മച്ചി എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് അമ്മച്ചി അതിനെ കണ്ടപ്പോ പറഞ്ഞു കോഴിക്കോടിന്റെ അടുത്തില്ലായിരുന്നു ഒരെണ്ണം, അത് ഉണങ്ങിപ്പോയി. അയ്യോ അപ്പൊ അത് ഓറഞ്ച് അല്ലേ? അല്ലടാ ഇതും ഇഷ്ടം പോലെ ഇത് പാകി പറിച്ച് നട്ടായിരുന്നു. അപ്പൊ ഫേക്ക് ഓറഞ്ച് തന്നെ. ഫേക്ക് അല്ല, ഇതിന് കുറ്റം പറയല്ലേ, കറി വെക്കേണ്ടതാണ്. അങ്ങനെയല്ല, ഓറഞ്ചിനെ അല്ല ഇത്രയും പിഴിഞ്ഞൊഴിച്ചാൽ നമുക്ക് 1 കിലോ മീൻ വെക്കാം. 1000 മീൻ വെക്കാം. 1000 കിലോ ലാർവ നാരങ്ങ എന്നാലും കുഞ്ഞറ്റ് 1000 കിലോ അടുത്ത പങ്കനാണല്ലേ. അവന്റെ അടുത്തുനിന്ന് മേലാത്ത കാല് കൊണ്ട് തൊഴി മേടിക്കണ്ടെങ്കിൽ അനങ്ങാണ്ടിരുന്നു. അത് മിക്കവാറും കിട്ടും. കൊച്ചു വരുന്ന നോക്കിയിരിക്കുന്ന അടുത്ത പങ്കനാണ്. അതോ ഇവിടെ നമുക്ക് നോക്കാം. ഞാൻ അന്നേരം നിന്നോട് പറഞ്ഞില്ലേ, അന്നേരം നീയല്ലേ പറഞ്ഞ നമ്മളെ ഏതെങ്കിലും ഒക്കെ നാരങ്ങ കൊണ്ടുവന്നിട്ട്. അല്ല ഇവൻ പറഞ്ഞില്ലേ മധുരം ഉണ്ടെന്ന്, അത് കാരണം ഞാൻ അങ്ങനെ പറഞ്ഞത്. നല്ല മധുരാന്നോണയൻ അല്ല ബംബ്ലീസിന്റെ എനിക്ക് ഉണ്ട്. ഭയങ്കര മധുരമായിരുന്നു. ബംബ്ലീസിന്റെ ഒക്കെ പോലെ തോന്നും. ചുമ്മാതെയല്ല കൊരങ്ങൻ പറിക്കാഞ്ഞത്. നിലത്ത് വീണ് എടുത്തപ്പോ അമ്മച്ചി ശരിക്കും പറഞ്ഞാല് വടുകപ്പുളിക്ക് എടുക്കുന്ന പോലെ തോന്നി. അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതല്ലേ പുല്ലിങ്ങനെ പറിച്ച പുല്ലിന്റെ മോട് തിന്നാലും കരിമ്പ് തിന്നും പോലെ തിന്നു നിങ്ങള്. അവർക്ക് ഇതൊക്കെ മധുരാണ് കഴിച്ചത്. അവർക്ക് വരം കിട്ടിയതല്ലേ. അത് തന്നെ മോസ്റ്റായി നമ്മൾ ശശിയായിട്ടുണ്ട്. എന്റെ മമ്മച്ചി കാളുകറിയൊക്കെ വെക്കണമെങ്കിൽ മീൻകറിയിലൊക്കെ ഇട്ട് അടിപൊളിയായിരിക്കും അല്ലേ അമ്മച്ചി? നല്ല പുളിയല്ലേ, കൊടംപുളിക്ക് പോലും അല്ലേ ഈ പുളി. നല്ല പുളി അല്ല കൊടംപുളിന്റെ പുളി അങ്ങനെയല്ല, ഓരോന്നിനും ഓരോ മധുരാണ്. ഇപ്പൊ ഇങ്ങനെ കൊണ്ടുവരുമോ? അത് തന്നെ കൊണ്ടുവരുമോ? അത് തന്നെ
അല്ല എല്ലാവർക്കും കൂടെ കഴിക്കാൻ. മമ്മയെ പറഞ്ഞ എല്ലാവർക്കും കൊടുക്കണം അത് നമ്മള് കഴിക്കണം. നാളെ ഞങ്ങളെ പഠിപ്പിച്ച ഷെയർ ചെയ്യണമെന്ന് ഗൈസ്. ഞങ്ങളോട് അത് അമ്മയും പറഞ്ഞിട്ടുണ്ടത്. എടാ കുഞ്ഞാറ്റ നീ എടാ എനിക്ക് ഇത്രയും തുണി മടക്കിയിട്ട് എനിക്ക് മഹേശ്വരൻ കാണുന്നതാ. മമ്മച്ചി ഉമാമഹേശ്വരം കാണണം. ഉമാമഹേശ്വരൻ എന്ന് പറഞ്ഞാൽ ശിവന്റെ സീരിയലാണ് ഗായ്സ്. അപ്പൊ നമുക്കിനി പൈങ്കിൾ ഒന്ന് അവനും കൂടി പറ്റിക്കാനുണ്ട്. എന്നിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അങ്ങനെ വേണ്ടി ഞാൻ അല്ലല്ലോ തിന്നട്ടെ, തിന്ന് രസിക്കട്ടെ, കുളിച്ച് രസിക്കട്ടെ. നമുക്ക് വെയിറ്റ് ചെയ്യാം. അവന് കൊടുക്കൊന്നും വേണ്ട, ഞാനെ പറ്റിക്കാൻ വേണ്ടി പൈങ്കിളിക്ക് കൊടുക്കണ്ട. ശരി, സാഷ്ടാംഗം പ്രണാമം. എന്നാ തിന്നോ. അത് കളഞ്ഞ കൊച്ചു. അമ്മ അമ്മച്ചി എന്നെ പൂരം മഴക്കോലെ കൊച്ചൊന്നാമത് സ്കൂൾ പോയിട്ട് ടയേർഡായിട്ട് വരും. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഈ പുളിയും കൂടി കൊടുത്ത് എന്തിനാ അതിനെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ചോദിച്ചിട്ട് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കൊടുക്കാൻ. നമ്മുടെ വിഷമവും സ്നേഹവും എന്തുകൊണ്ടാണ് അവർ മനസ്സിലാക്കാത്തത് അറിയത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പോവാണ്, മമ്മേന്റെ അമ്മച്ചീന്റെ ആവശ്യപ്രകാരം ഞാൻ പൈങ്കിളിക്ക് എന്തായാലും നമ്മുടെ പുളി നാരങ്ങ കൊടുക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താക്കി നമ്മുടെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്തായാലും ഈ പുളിനാരങ്ങന്റെ ശാസ്ത്രം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഓറഞ്ച് പറിച്ചു കഴിഞ്ഞ് തിന്നപ്പോൾ പുളിനാരങ്ങയായി പോയി. ആർക്കും പറ്റരുത് ഇങ്ങനത്തെ പറ്റ്. സത്യം നിങ്ങൾ പറ, ശരിക്കും നാരങ്ങ പോലില്ല, അല്ല ഓറഞ്ച് പോലില്ല, പുളിനാരങ്ങ നമ്മളെ ചതിച്ചു. അപ്പം അമ്മച്ചി പറഞ്ഞ കേട്ടില്ല, അത് നമ്മള് പുളി ചേരാൻ വേണ്ടി കറി യൂസ് ചെയ്യുന്നത്. പാവ അമ്മച്ചി, തലയിട്ടത് ഭാഗ്യം. വീഡിയോ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു അങ്ങനത്തെ കാര്യമാണ് ഭാഗ്യം. അപ്പൊ ഇതാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? പറയേ ഇഷ്ടായി. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോണ അടുത്ത സൂപ്പർ കൂൾ വീഡിയോയിലൂടെ നമ്മള് വീണ്ടും കണ്ടുമുട്ടാം ഗൈസ്. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. നിങ്ങൾ എന്റെ അടുത്തുണ്ടായിരുന്നു, നിങ്ങളെ കൂടി ഞാൻ എന്തോ തിരിച്ചേനെ, നമ്മൾ മത്സരം നടത്തിയല്ലോ. യെസ് ഗൈസ്. അപ്പൊ എന്ത് ചെയ്യാൻ പോണ നമുക്ക് അടുത്ത സൂപ്പർ കൂൾ വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും വണക്കം. ബൈ.